എന്തായാലും ഈ മൂന്ന് കാര്യങ്ങൾ മേഘമലയിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഹൈവേവി മൗണ്ടൈൻ അഥവാ മേഘമലയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇവിടേക്ക് പോകുമ്പോഴുള്ള ആദ്യ ചെക്ക് പോസ്റ്റ് ആണിത്. ഈ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളും ഭക്ഷണവും വെള്ളവും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കണം. ചെക്ക് പോസ്റ്റിൽ കയറി ഒരു നമ്പർ വാങ്ങിയതിനു ശേഷമാണ് നമുക്ക് യാത്ര തുടരാൻ കഴിയുക. ഇതൊരു അവസാന ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണവും വെള്ളവും പെട്രോളും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പോയ ദിവസം ഏകദേശം 610 ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് മേഘമലയിൽ എത്തിയത്. മേഘമല എന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ല. എന്നാൽ മറ്റു ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിന്ന് മേഘമലയെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അത് മറ്റൊന്നുമല്ല, പ്രധാനമായും പോകുന്ന വഴിയും കാണുന്ന കാഴ്ചകളും പഴയ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമാണ് ഇവിടം വളരെ വ്യത്യസ്തമാക്കുന്നത്. പോകുന്ന വഴിയിൽ മുഴുവനായും കണ്ടത് ചായത്തോട്ടങ്ങളാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ ചായത്തോട്ടങ്ങൾ ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. മേഘമല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണെങ്കിലും ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും ട്രെൻഡിങ്ങിനകത്ത് ഉയർന്നിട്ടില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും നിങ്ങൾ മേഘമലയിലേക്ക് ഇറങ്ങരുത്. ഇവിടുത്തെ എല്ലാ പ്ലേസും കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ധാരാളമായിരിക്കും. മേഘമലയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിങ്ങൾ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ആക്കാൻ എന്തായാലും മറക്കണ്ട.